ഹേ ഗെയ്സ്, അങ്ങനെ നമ്മുടെ നീണ്ട ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് തിരിച്ചു ചെല്ലാമെന്ന് വിചാരിച്ചു. ചെല്ലാൻ കുറച്ച് പേടിയുണ്ട്, കാരണം ലീവ് പോലും അല്ലെങ്കിൽ ലീവിന്റെ റീസൺ പോലും ഞാൻ ഇതുവരെ വിളിച്ചറിയിച്ചിട്ടില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞ് ഇതെടുക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല, ബിക്കോസ് ഞാൻ അത്ര ടയേർഡാണ്. നല്ല ഉറക്കക്ഷീണമുണ്ട്, നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ തന്നെ മനസ്സിലാവും. എനിക്ക് തന്നെ എന്നെ കണ്ടിട്ട് ഉം, ഇങ്ങനെ. അപ്പൊ ഞാനില്ലേ ഓൾറെഡി സൺസ്ക്രീൻ ഇട്ടു കൂട്ടാ. എന്നാലും ഞാൻ നിങ്ങൾക്ക് എന്റെ സൺസ്ക്രീൻ കാണിച്ചു തരാം. ഞാൻ മുന്നേ എപ്പോഴെങ്കിലും ഷോർട്സിലെല്ലാം കാണിച്ചിട്ടുണ്ടാവണം. ഫോക്സ്റ്റേലിന്റെ സൺസ്ക്രീൻ ആട്ടെ ഞാൻ യൂസ് ചെയ്യണം. ഇതെന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ എത്രയാണ്, കാരണം ഇതങ്ങ് തീർന്നു കഴിഞ്ഞാൽ ഇത് തീർന്നു കഴിഞ്ഞാൽ എനിക്ക് എന്റെ മുഖത്ത് ഉള്ള ഒരു വെട്ടവും വെളിച്ചവും പോയൊരു ഫീലാണ്. കാരണം ഞാൻ എപ്പോഴും എപ്പോഴും വാങ്ങിച്ചോണ്ടിരിക്കും. അത്രയ്ക്ക് എനിക്കിത് വർക്കിംഗ് ആണ്. അങ്ങനെ പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് പൗഡർ ഇട്ടായിരുന്നു കേട്ടോ. പൗഡർ എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, നമ്മുടെ ക്യൂട്ടി ഗീറയുടെ പൗഡർ. ഇത് കുട്ടികൾ വന്നപ്പോ അവർക്ക്, കുട്ടികൾക്കല്ല, ജാനിക്ക് പിരികവും കണ്ണൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് പൗഡറിന്റെ ആവശ്യം വന്നപ്പോഴേക്കും അവർക്ക് വാങ്ങിക്കൊടുത്തു. അപ്പൊ ഞാൻ അത് കുറച്ചിട്ട് കൊള്ളാം. ആ, ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി, അപ്പൊ ഇപ്പോഴാണ് ഇനി തുടങ്ങാൻ പോണുള്ളൂ. നെക്സ്റ്റ് പരിപാടി നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യലാണ്. കാരണം എനിക്ക് ഐബ്രോ എനിക്ക് ഷാർപ്പിൽ കിട്ടിയ സാധനമാണ് ഗൈസ്. രണ്ട് മൂന്ന് നാരേ ഉള്ളൂ. ഞാൻ ഒട്ടും എന്റെ കോൺഫിഡൻസ് കളയണ ഒരു സാധനം. നമ്മൾ പലർക്കും ലിപ്സ്റ്റിക് ഇടുമ്പോഴാണ് കോൺഫിഡൻസ് വന്നെങ്കിൽ എന്നെ സംബന്ധിച്ച് ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോഴാണ് എനിക്ക് കോൺഫിഡൻസ് വന്നത്. രാവിലെ എണീറ്റ് ഐബ്രോസ് ഫില്ല് ചെയ്യുക, പല്ല് വെക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എനിക്കൊരു കാര്യമാണ് ഐബ്രോസ് ഫില്ല് ചെയ്യുക എന്നുള്ളത്. കൊണയടി നിർത്തിയിട്ട് പണി തുടങ്ങാം. അപ്പൊ അങ്ങനെ, അപ്പൊ ഞാൻ എപ്പോഴും എടുക്കട്ടെ ട്ടാ. ഐബ്രോസ് ഫില്ല് ചെയ്യും. തീർന്നു തീർന്നു. ഇത് എന്റെ ഇത്രയായി. നല്ലപോലെ ഉപയോഗിക്കേ, അതുകൊണ്ടാണ് നല്ലപോലെ ഉപയോഗിക്കും ഞാൻ. എന്റെ പിന്നെ ഒരു ദിവസം എത്ര പ്രാവശ്യം ഐബ്രോ ഫില്ല് ചെയ്യുന്ന എനിക്ക് പോലും അറിയില്ല. അതേപോലെ ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. കാരണം എനിക്ക് കോൺഫിഡൻസ് തന്നെ അതാണ്. എന്താ ഇത്രേ ഉള്ളു എനിക്ക്. ഓക്കെ ആണ്, പക്ഷെ എന്നാലും ഐബ്രോ ഒരു ഇതെനിക്ക് ഇഷ്ടമല്ല. ഇത് മാസിന്റെ ആണ്, ഇതെനിക്ക് ഇഷ്ടമല്ല. ബിക്കോസ് ഇത് നമ്മള് മുഖമൊന്നും വാഷ് ചെയ്യാൻ പറ്റില്ല. അതല്ലാതെ തന്നെ നമ്മളിങ്ങനെ തൊടുമ്പോ തന്നെ പോരും, കയ്യിലൊക്കെ ആവും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ പടരും. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഇതുപോലത്തെ ഐബ്രോ പെൻസിലാട്ടോ ഉപയോഗിക്കാറ്. ഇപ്പൊ ഐബ്രോസ് എന്തെങ്കിലും ഫില്ല് ചെയ്യുന്ന വെച്ചിട്ട് നല്ല നല്ല ബ്രാൻഡ് അല്ലെങ്കിൽ നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഐബ്രോസ് വാങ്ങിക്കൂട്ടണ സ്വഭാവമൊന്നും എനിക്കില്ല. അതായത് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നിനു വേണ്ടിയിട്ട് ഒരുപാട് കാശ് കളയുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. എന്റെ ഡീപ്പ് പോലെ തന്നെ കൊണേടിയാണ് എന്റെ മെയിൻ. അപ്പൊ അതുകൊണ്ട് കുറച്ച് സഹകരിക്കുക. ഓക്കെ, നമുക്കിത് ഫില്ല് ചെയ്യാം. നമ്മളിത് ഫില്ല് ചെയ്യുമ്പോൾ ഞാൻ ഇത് ക്യാമറയിൽ നോക്കിയല്ല കേട്ടോ, ഇതിൽ നോക്കിയാട്ടെ ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പട്ടാളം പുരുഷനെയൊക്കെ പോലെ അല്ലെങ്കിൽ നമ്മുടെ പിള്ളേച്ചന്റെ പിരിവൊക്കെ പോലെ തോന്നും. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റ് ആവും കേട്ടോ. ഗേസ്, നിങ്ങൾ എല്ലാവരും ഐബ്രോസ് ഉള്ളവരാണ്? നല്ല തിക്കായിട്ടുള്ള ഐബ്രോസ് ഉള്ളവർ എന്ത് ബ്ലസ്ഡ് ആണല്ലേ. ചില പെൺകുട്ടികളൊക്കെ. എന്നാലും എനിക്ക് തോന്നിയേക്കുന്നത് ഐബ്രോസ് നല്ല സൂപ്പറായിട്ട് എപ്പോഴും കിട്ടുന്നത് പിള്ളേർക്ക്. അവന്മാര് അതൊക്കെ എനിക്ക് കിട്ടുമായിരുന്നെങ്കിൽ. ഇത് 5 4 9 4 വെച്ച് തന്നിട്ട് മനുഷ്യന്റെ കഷ്ടപ്പാടാണ്. എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് പാർലറിൽ പോയിട്ട് ഹായ്, ചുണ്ടിൽ ഞാൻ കുറച്ച് തേൻ തേച്ചിട്ടുണ്ട്. പെട്ടെന്ന് അതിനെ കുറിച്ച് ഓർമ്മ വന്നു. അതിനെ കുറിച്ച് പറയാം. അതിന് മുന്നേ ഐബ്രോസിന്റെ കാര്യം പറയാം. ഞാൻ ത്രെഡ് ചെയ്യണതൊക്കെ എന്റെ വീട്ടിൽ തന്നെ ബ്ലേഡ് വെച്ചിട്ട് ജസ്റ്റ് ഞാൻ തന്നെ ആയിട്ടാ ത്രെഡ് ചെയ്യണത്. ഇവിടെ ഇവിടെ ബ്ലേഡ് ഇരിപ്പുണ്ട്. ഞാൻ തന്നെ ചെയ്യണം പണ്ട് മുതൽ. എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ത്രെഡ് ചെയ്യണത് എന്റെ 26ാമത്തെ വയസ്സിൽ ഓണത്തിനാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ കമ്പനിയിൽ ഓണ സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് പുറത്തു പോയി പിരിയാൻ ത്രെഡ് ചെയ്യണം. പക്ഷെ അവര് ത്രെഡ് ചെയ്തതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അന്ന് എന്റെ പിരികം മൊത്തം, സാധാരണ പിരികൊക്കെ ത്രെഡ് ചെയ്യുമ്പോൾ പൊട്ടുമല്ലോ, മുറിവാകുമല്ലോ. പക്ഷെ അന്ന് എന്റെ ഇവിടെ മൊത്തം ഉണ്ടായിരുന്നില്ല, അത്രക്ക് പോയി. അപ്പൊ ആ ചേച്ചി പറഞ്ഞു എനിക്ക് എത്രത്തോളം പയ്യെ എടുക്കാൻ പറ്റുമോ മോളെ, ഞാൻ അത്രത്തോളം പയ്യാണ് എടുത്തത്. പക്ഷെ മോളുടെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആണ് എന്ന് പറഞ്ഞു. അയ്യോ, അത് ഭയങ്കര സീനായി പോയി. അപ്പൊ ഞാൻ ശരിയാന്ന് പാർലർ മാറ്റി പിടിക്കാമെന്ന് വേറെ സ്ഥലത്ത് പോയി. സെയിം അവിടെ അത് തന്നെ. അവരെന്നോട് പറഞ്ഞു മോളെ ഞാൻ അറിയില്ല, ഭയങ്കര പയ്യെ എടുത്തത്, പക്ഷെ എന്തോ എന്റെ കുഴപ്പമാണെന്നാണ് അവര് പറഞ്ഞത്. അങ്ങനെ എന്റെ ജീവിതത്തിൽ 2 പ്രാവശ്യമാണ് ഞാൻ പുറത്തു പോയിട്ട് പിരികം ത്രെഡ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പിരികം ഫില്ല് ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞതാ. അവരെയും കുറ്റം പറയാൻ പറ്റില്ല.
അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു എന്റെ സ്കിന്നിന് നിലവിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്. എന്നോട് ഒരാള് കഴിഞ്ഞ വീഡിയോയിൽ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, ചേച്ചിയുടെ സ്കിൻ ടൈപ്പ് ഏതാണ്? സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇടയ്ക്ക് എനിക്ക് തോന്നുന്നത് ഇത് ഡ്രൈ സ്കിൻ ആണെന്ന്, ഇടയ്ക്ക് എനിക്ക് തോന്നുന്നത് ഇത് സെൻസിറ്റീവ് സ്കിൻ ആണെന്ന്. ബിക്കോസ് ചില സമയങ്ങളിൽ ചില ഐലൈനർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അതായത് ഐലൈനർ എഴുതണം അതേപോലെ തന്നെ തൊലിയൊക്കെ പൊളിഞ്ഞു വരിക, നീര് വെക്കുക, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ മുഖത്ത് തേച്ചാൽ മുഖത്തിലെ തൊലി ഇളകി പറിഞ്ഞു പോകുന്ന സ്വഭാവം എനിക്കുണ്ട്. സോ ഞാൻ വിചാരിച്ചു എന്റെ സ്കിൻ വളരെ സെൻസിറ്റീവ് ആണെന്ന്. പിന്നെ എന്നാ പിരിയാൻ തുടങ്ങിയത് ചേച്ചിമാരും പറഞ്ഞത് എന്റെ സ്കിൻ സെൻസിറ്റീവ് ആണെന്ന്. എനിക്ക് തോന്നുന്നത് നോർമലാണ്, ഡ്രൈ ആണ്, ചില സമയത്ത് തോന്നുന്നു ഓയിലി ആണ്, എനിക്കറിയാൻ പാടില്ല. സ്കിൻ ടൈപ്പ് നോക്കണം. ഇതെനിക്ക് ക്യാമറയിൽ നോക്കി പിരിയാൻ ഫിൽ ചെയ്തിട്ട് സെറ്റ് ആവണില്ല കേട്ടാ. അത് ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് വേറെ കണ്ണാടി നോക്കി സെറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, ഓക്കെ തോന്നുന്നു. ഞാനിങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാറ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വല്ല കടപ്പ തുണി, ഇതിപ്പോ ലെഗിൻസിന്റെ കാലാണ് ഇവിടെ കിടന്നത്, അതൊക്കെ വെച്ച് ഇങ്ങനെ തൂക്കി അത് തൂക്കിന്ന് തൂത്തെടുക്കും. തേക്ക തൂത്തെടുക്ക, തേക്ക തൂത്തെടുക്ക. ഇത് പിന്നെ ഫില്ല് ചെയ്യാം നന്നായിട്ട്. ഇത് ഓക്കെയാണ്. ഇതിലെത്ര വൃത്തിയാണെന്ന് എനിക്ക് അറിയില്ല. ഇന്ന് ഫീസ് കൊടുക്കാനുണ്ട് ഗേസ്. ഒരു മാസം കൂടി പോണല്ലേ, അപ്പൊ ഫീസ് അടച്ചതിന്റെ ഡ്യൂ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഫീസ് കൊടുക്കണം. പിന്നെ ഞാൻ ലിപ്പിൽ ഇവിടെ ഇരിപ്പുണ്ടതേ ഇത്. ഈ ഒരു ക്ലൈമറ്റിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടത് എന്റെ ചുണ്ടിലെ തൊലി പോയിട്ടാണ്. എന്റെ പൊന്നി, ഈ സെന്റർ ഭാഗമൊക്കെ മുറിഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര പെയിൻ ആയിരുന്നു. അപ്പൊ ഞാൻ മറ്റേ നമ്മുടെ ഡീകൺസ്ട്രക്റ്റിന്റെ ലിപ് ബാം ബ്രൈറ്റനിങ്, ഇതെന്റെ മറ്റേ പിഗ്മെന്റേഷൻ, മറ്റേ ഡാർക്ക്നെസ് ഒക്കെ പോവാൻ വേണ്ടി ഞാൻ വാങ്ങിയതാ. വർക്കാവില്ല, ആരും വാങ്ങിക്കണ്ട, വർക്കാവില്ല. ഇങ്ങനെയൊക്കെ പറയാമോടെ. അങ്ങനെ ഞാൻ വാങ്ങി ഉപയോഗിച്ചതാ. പിന്നെ വേറൊരു പോമഗ്രാനൈറ്റിന്റെ ഒരു ലിപ് ബാം ഉണ്ട്. ഇതൊക്കെ തേച്ച് നടന്നു കേട്ടാ. പക്ഷെ പെട്ടെന്ന് പിന്നെയും ചുണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. പെട്ടെന്ന് എനിക്ക് ഒട്ടും വേദന സഹിക്കാൻ പറ്റാതെ പെട്ടെന്ന് ഒരു ദിവസം എന്തോ മനസ്സിൽ തോന്നിയിട്ട് ഞാൻ തേൻ ഇതൊക്കെ തേച്ചു. പിറ്റേ ദിവസം തൊട്ട് വേദനകൾ പമ്പ കിടന്നു, മുറിവൊക്കെ ഉണങ്ങി. പക്ഷെ അതുകൊണ്ട് ബെസ്റ്റ് സാധനമാണ് ഇത്. എന്തെങ്കിലുമൊക്കെ ഈ ക്ലൈമറ്റിന്റെ ഇഷ്യൂസ് ഒക്കെ കൊണ്ട് ചുണ്ടുകളിൽ നമുക്ക് മുറിവും വേദനയും സംസാരിക്കാനോ ഒന്നിനും പറ്റുന്നില്ലെങ്കിൽ ഇത് എടുത്ത് ഉപയോഗിക്കുക. ഇനി അടുത്ത എന്താണ്, ഐബ്രോസ് ഫില്ല് ചെയ്ത്. കൂടുതൽ ഇതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല, ഡെക്കറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും കുറച്ച് ബ്ലഷ് ഇട്ടാലാ ഈ മോന്തേല് ഇടാം. ബ്ലഷ് ഞാൻ ഇത് വെറുതെ പുറത്ത് വെച്ച് കണ്ടപ്പോ വാങ്ങിയതാ, പക്ഷെ ഞാനത് ഉപയോഗിക്കാറില്ല. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം, ആ പത്തപശാൽ ഒരു കടയിൽ കയറിയിട്ട് ഒന്നും വാങ്ങിക്കാതെ ഇറങ്ങി പോരണ്ടേ, അവർക്ക് എന്തെങ്കിലും തോന്നിയാലോ എന്ന് വിചാരിച്ച അബദ്ധവശാൽ വാങ്ങിയ ഒരു ലിപ്സ്റ്റിക്കാണ് ഇത്. ചുണ്ടത്ത് അടിച്ചു കഴിഞ്ഞാൽ കോമഡി ആയിരിക്കും. സോ ഞാനിത് എപ്പോഴും ചെയ്യാറ് ഇങ്ങനെയാണ്, സത്യം. പക്ഷെ ഇത് സൂപ്പറാ. ഇത് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. മുഖത്ത് ഇടുമ്പോ ഇത് ചുണ്ടിലിനേക്കാളും സൂപ്പറാ. ചുണ്ടിൽ ഞാൻ ഇത് ഇടാറുണ്ട്, കാരണം നിങ്ങൾക്ക് എൻ്റെ ഒരു ക്യുആൻഎ വീഡിയോയില് കണ്ടാൽ മനസ്സിലാവും. ഇതില് ലിപ് ഗ്ലോസും കൂടി മിക്സ് ചെയ്തിട്ടപ്പോഴേക്കും സൂപ്പറായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ കവളത്തൊക്കെ തേച്ചാണ്, കവളത്തൊക്കെ വെച്ച് തേക്കാനാട്ടോ. അങ്ങനെ ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഇതുവരെ ആരും ചെയ്യാത്ത പോലെ അത്രയും മോശം ഗെറ്റ് റെഡി വിത്ത് മീ ആയിരിക്കും കാണാനും കേൾക്കാനും. പക്ഷെ എനിക്ക് കുറച്ച് 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 സൂപ്പർ സൂപ്പർ സ്റ്റിക്കർ മണി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നല്ല നല്ല അടിപൊളി മനുഷ്യന്മാര്. അത് കുഴപ്പമില്ല, വെച്ച് തേക്കട്ടെ നല്ലോണം. തൊലിയൊക്കെ ഇളകി പോരും ഞാനിത് വെച്ച് തേച്ച് അല്ലേ. പക്ഷെ ഇത് കിടില സാധനമായിട്ട് എനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഈ ക്യാമറ കാണണമെന്നല്ല, നേരിട്ടാണ് കിടില സാധനമാണ്. വീഡിയോ ഇച്ചിരി കോമഡി ആയി പോയെന്ന് നിങ്ങൾക്ക് ഇപ്പൊ തോന്നും. അതൊക്കെ ശരിയാക്കും. ഏതാ ഞാൻ നേരത്തെ പറഞ്ഞ സൺസ്ക്രീൻ ഒക്കെ കിടില സാധനമാണ്. ഞാൻ അത്ര വലിയ, അതായത് മേക്കപ്പ് പ്രൊഡക്ട്സിന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ വലിയ തൊലിയൊക്കെ ഇളകി പോയതാണ്. വലിയ പിശുക്ക് കാണിക്കരുതട്ടോ, നമ്മുടെ സ്കിന്നിന് ശോകമാവും. അതുകൊണ്ട് ഉള്ള കണ്ട് ഇതുപോലത്തെ ലിപ്സ്റ്റിക് എപ്പോഴും വെച്ച് തേക്കാതിരിക്കുക. പിന്നെ അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് രണ്ട് പ്രൊഡക്റ്റ് ആണെങ്കിലും നല്ലതാണ് ഉപയോഗിക്കുക. ഞാൻ അത്രക്കാരിയല്ല, എന്നാലും ഞാൻ നിങ്ങളോട് പറഞ്ഞതാ.
ഉപദേശിക്കാലോ. പിന്നെ എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, എന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് സ്ട്രോക്ക് N/Bye. N/Byeയുടെ ആണ് ഞാൻ എപ്പോഴും വാങ്ങിക്കാറ്. എപ്പോഴും ഇതും രണ്ടു മൂന്നാമത്തെ ഒക്കെ ആണ് എപ്പോഴും ഇടും. വേറെ ഹൈലൈറ്റർ എനിക്ക് ഉണ്ട് കേട്ടാ, ഒരു രണ്ട് ഷെയ്ഡിൽ ഉണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇതാണ്. ഇതെന്താണ് പെട്ടെന്ന് വെട്ടമൊക്കെ പോയത് ഇവിടെ? പെട്ടെന്ന് വെട്ടമൊക്കെ പോയി. കിടില സാധനമാണിത്. തീർന്നടാ, എല്ലാം തീർന്നടാ. ഒക്കെ വാങ്ങിക്കണം. ഇതൊക്കെ കിടില സാധനം കേട്ടോ. ഇതൊക്കെ ഇടാതെ ഞാൻ പുറത്തു പോകാൻ പ്രശ്നമില്ല. പുറത്തു പോകാന്ന് വെച്ചാൽ എപ്പോഴും പോകുമ്പോഴൊന്നുമല്ല, എന്നാലും വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഇത് ചെയ്യും. സാധാരണ ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ കണ്ണൊന്നും അങ്ങനെ എഴുതാറില്ല. ഇന്ന് വീഡിയോക്ക് വേണ്ടി എഴുതണം എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ ഇത്രയും ലീവൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് കെട്ടി ഒരുങ്ങി പോയി കഴിഞ്ഞാൽ ശോകാവോ? അവരോട് പറയാൻ പറ്റില്ലല്ലോ നമ്മൾ വീഡിയോക്ക് വേണ്ടിയാണെന്ന്. സ്ട്രോബെറിന് ഞാൻ വെച്ച് എല്ലായിടത്തും തേക്കും കേട്ടോ. എല്ലായിടം അങ്ങ് തിളങ്ങിക്കട്ടെ. സൺസ്ക്രീനിന്റെ ഒപ്പം ഒക്കെ മിക്സ് ആക്കി തേക്കാറുണ്ട് ഞാൻ, പക്ഷെ ഇന്ന് അങ്ങനെ ചെയ്തില്ല. മെയിൻ നമ്മുടെ കബളൊക്കെയാണ്. ഇതിപ്പോ വീണ്ടും വീണ്ടും പറയട്ടെ, വീഡിയോ കാണുന്നവരെല്ലാം കിടില സാധനമാണ് നേരിട്ട് കാണുമ്പോ. എന്നെങ്കിലും നിങ്ങൾ എന്നെ നേരിട്ട് കാണുമ്പോ ഞാൻ വല്ല പട്ടിക്കോലത്തിലായിരിക്കും. ഞാൻ അങ്ങനെയൊക്കെ പുറത്ത് പോകാറ്. ഓക്കെ, നല്ലതായിട്ടില്ലേ? നല്ലതായിട്ടുണ്ട്. കണ്ണ് എഴുതണ്ട എന്നാണ് എൻ്റെ ഒരു തീരുമാനം. അമ്മ നമുക്ക് ഈ ലിപ്സ്റ്റിക് എടുത്ത് കണ്ണിന്റെ പൊക്കത്ത് കുറച്ച് അടിച്ചു കൊടുക്കാം, വെറുതെ ഒരു രസം. ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയൊക്കെ കാണിക്കുന്നത് വെറുതെ അനാവശ്യമായിട്ട്. ഇടയ്ക്ക് ഒരുങ്ങാൻ തോന്നുമ്പോൾ നന്നായി ഞാൻ ഒരുങ്ങാറുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ ഒരുങ്ങാൻ പാകത്തിനുള്ള സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല ഗൈസ്. ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി. ഇടക്കും തടക്കും തോന്നുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കൂട്ടാറുണ്ട് കേട്ടോ. കൂടുതലും എനിക്ക് തോന്നിയിരിക്കുന്നത് ഞാൻ വാങ്ങിക്കണത് ഷാമ്പു, ഹെയർ കണ്ടീഷണർ, പിന്നെ അതേപോലെ ബോഡി വാഷ്, ബോഡി ലോഷൻ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ സെറം. ഇതൊക്കെയാണ് ഞാൻ തീരുമ്പോ അത്യാവശ്യം വാങ്ങിക്കുള്ളൂ. അതല്ലാതെ ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക്ക്, ലിപ് ബാം, അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ല. പിന്നെ വാങ്ങിക്കണ മെയിൻ സാധനം സ്ട്രോക്ക് ക്രീം, ഐബ്രോ പെൻസിൽ, ഇതൊക്കെ തീരുമ്പോ വാങ്ങിക്കും. അത്യാവശ്യം സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്, പക്ഷെ അതൊന്നും എടുക്കാൻ തോന്നുന്നില്ല. ചുണ്ടുകൾക്ക് ഞാൻ ചെറുതായിട്ടൊരു ഇത് ഇതെന്തിനാണെന്നറിയാമോ? ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഫില്ല് ചെയ്യില്ല. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഫില്ല് ചെയ്യില്ല. ഞാൻ വെറുതെ ഇങ്ങനെ കാണിച്ചിട്ട് സുബിയോന്ന് വാങ്ങിയൊരു ലിപ് ഗ്ലോസ് ഉണ്ടാക്കുക. അതിൻ്റെ പരിപ്പ് ഇളകി, എന്നാൽ അതോടെ എല്ലായിടത്തും ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ ഇങ്ങനെ കാണിക്കുക. അപ്പോൾ ഈ ലിപ് ലൈനറും ഇതും കൂടി ഒന്ന് മിക്സ് ആകുമ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ സെറ്റ് ആവും കേട്ടോ. ചുണ്ടൊക്കെ കുറച്ച് കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളും. കുറച്ച് കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളും ഇത്. ഇത് മെയിനായിട്ട് നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു അവിഭാജ്യ ഘടകമാണ്. ചില വാക്കുകളൊക്കെ അറിയാതെ വരും. ബിന്ദി ബിന്ദിയൊക്കെ വല്ല ടോർച്ച് വെച്ച് നോക്കണം, കാണാനില്ല ഇതിൻ്റെ ഉള്ളിൽ. എല്ലാം നമുക്ക് അലങ്കോലമായിട്ട് കിടക്കണ റൂമൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. കുറച്ച് ആളും തിരക്കും ബഹളമൊക്കെ ഒന്ന് ഒഴിഞ്ഞുള്ളൂ. ആഹാ, അസം ഹിന്ദിക്കാരി. ഇനി നമ്മളൊന്ന് മുടി കെട്ടണം. ഇരിക്കട്ടെ ഗൈസ്, കുറച്ച് 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 വെട്ടോട്ട് ജനൽ തുറന്നപ്പോൾ തന്നെ വെട്ടണം. മുടി ഒന്ന് ഇഷ്ടമല്ല ഈ സാധനം, സീരിയസ് എനിക്ക് ഇഷ്ടമില്ല. ഞാൻ ബാഗിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് 2-3 കളർ വാങ്ങിയത്. തലയിൽ കുത്താൻ ഞാൻ ഓക്കെ അല്ല.
എനിക്ക് ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കണമെന്നുണ്ട്, ലൈക്ക് ബോട്ടോക്സ് അങ്ങനത്തെ സാധനങ്ങൾ. ഇന്നലെ ഞാനത് പറഞ്ഞപ്പോഴേക്കും എന്റെ വീടിന്റെ അപ്പത്തുള്ള ചേച്ചി എന്നോട് പറഞ്ഞു, ആ ചേച്ചി ഇപ്പൊ ചെയ്തിട്ട് വന്നത്. അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞു, നിന്റെ മുടി അതിന് അങ്ങനെ അല്ലേന്ന്. പക്ഷെ എനിക്കിഷ്ടമല്ല. എന്റെ തലയിൽ താരനുണ്ട്, വീസ് കാണാൻ പറ്റണ്ട, ചെറുതായിട്ടുണ്ട്. പക്ഷെ എനിക്കിങ്ങനെ ചൊറിച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ എനിക്കൊരു ഷാമ്പു കിട്ടും, പക്ഷെ ഞാൻ വാങ്ങിയില്ല. താരനുണ്ടോ ഉള്ളതുകൊണ്ട് എന്റെ മൂക്കിന്റെ ഇവിടെ സൈഡിൽ ചെറുതായിട്ട് വൈറ്റ് 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 പോലെ വരും. അപ്പൊ ഞാൻ അത് എന്താണെന്ന് അറിയാൻ ഹോസ്പിറ്റലിൽ പോയി. കുറെ കയ്യിലെ ടാനിന്റെ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, നീ പുതച്ചു മൂടി നടന്നു, ഇതൊന്നും മിണ്ടരുത്, പോകാൻ പറഞ്ഞു. ഇപ്പൊ നോക്കട്ടെ. യെസ്, ഈ കിടക്കണ്ടോ കേട്ടോ. കിട്ടിപ്പോയി. ഇതാണ് സീൻ. നട കണ്ടുവരും കുതിരി എത്തിച്ച പാടാണ്. ഇതാകെ ഇതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. പക്ഷെ ഇത് ഞാൻ ഉപേക്ഷിക്കില്ല. തലമുടി മൊത്തം കളറൊക്കെ ചെയ്ത് നശിപ്പിച്ചിട്ടുണ്ട്. എന്റെ മുടി നശിപ്പിച്ചത് ഞാൻ തന്നെയാണ്. ഞാൻ എവിടെ മുടി വെട്ടാൻ ചെന്നാലും എല്ലാവരും എന്നോട് ചോദിക്കുമായിരുന്നു, മുടിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. കാരണം അത്ര മുടിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് വളഞ്ഞു പൊളഞ്ഞു പോയി, കളർ ചെയ്ത് ഡ്രൈ ആയി, ചകിരിനാരായി. എല്ലാവരും എന്നോട് പറയും, മുടി വളരണമെങ്കിൽ മുടി വെട്ടണമെന്ന്. അതുകൊണ്ട് തന്നെ മുടി നല്ല രീതിക്ക് വെട്ടിക്കളയാറുണ്ട്. ഇനി മുടി വെട്ടില്ല, അങ്ങനെയല്ല എന്ന് വെച്ചാൽ വളർത്തുന്നല്ല കേട്ടോ, വളർത്തില്ല. എന്നാലും മുടി അങ്ങനെ വലിയ കാര്യമായിട്ട് വെട്ടില്ല, എന്നാലും വെട്ടിക്കളയും. ഇപ്പൊ വളർത്തിയിട്ടെന്തിനാ. നല്ല ട്രീറ്റ്മെന്റ് എടുക്കണമെന്നുണ്ട്. പക്ഷെ അത് പിന്നെയും പിന്നെ എടുക്കേണ്ട വരില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കാത്തത്. വെറുതെ എന്തിനാ. അപ്പൊ ഞാൻ മുടി അഴിച്ചിടുന്ന പ്രശ്നമില്ല കേട്ടാ. എന്തും ഞാൻ സഹിക്കും. മുടി അഴിച്ചിടുമ്പോൾ ഉണ്ടാവണ ഒരു ഇറിറ്റേഷൻ, അത് മാത്രം ഞാൻ സഹിക്കില്ല. ഓക്കെ, ഇപ്പുറത്തെ വീട്ടിലെ ഹോട്ടലിലെ മാത്രം പറഞ്ഞു. ഇതിങ്ങനെ വാരി കെട്ടും, ഇതാണ് എന്റെ പരിപാടി. കണ്ണും കൂടി എഴുതി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും എന്ന് എനിക്കറിയാം. എഴുതണോ? എഴുതാം. ക്ലാസ്സിൽ പോകാനായിട്ട് ഇനി മണിക്കൂറുകളുണ്ട്. ഇത്ര നേരത്തെ റെഡി ആയിട്ട് എന്തിനാണെന്ന് പറയാൻ പാടില്ല. താല്പര്യം വരുമ്പോൾ എഴുതണം, അല്ലെങ്കിൽ പിന്നെ എഴുതും. ഇത് നെബിലിങ് വർക്ക് എന്താ കുഞ്ഞു പൊടി സാധനം അല്ലേ, നല്ല രസമില്ലേ. നല്ല രസമില്ലേ. ഇത് ഞാനൊരു സ്റ്റേഷനറി പുതിയത് കണ്ടപ്പോ, പുറത്തുനിന്ന് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വെറുതെ ഉള്ളിൽ കയറിയതാ. ബില്ലടിച്ചു വന്നപ്പോ 750 രൂപ. നെയ് ലിപ്സ്റ്റിക് ആന്ന് പറഞ്ഞിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന മണ്ടൻ എനിക്ക് എടുത്തോണ്ട് വന്നത് ലിപ് ഗ്ലോസ്. ഒരു മന്ദബുദ്ധിയായ ഞാൻ പോലും അത് തിരിച്ചറിഞ്ഞില്ല, ബില്ലടിച്ചു. പിന്നെ ഇത് അങ്ങനെ എന്തോ അല്ലറ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങി. മാങ്ങ പടർന്ന് കണ്ണ് എഴുതുമ്പോ ഒരു മുഖത്ത് പല പല ഗോഷ്ഠികൾ വെഞ്ഞുമായാലും പിന്നെ തുമ്മലും നീരാണ്. പക്ഷെ ഇന്ന് തുമ്മില്ലെന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് ഭയങ്കര അലർജി ഉള്ള ആളാട്ടാ. അലർജി കണ്ണെഴുതുമ്പോ തുമ്മൽ അതെല്ലാവർക്കും ഉള്ളതാണ്, അതല്ല ഞാൻ പറഞ്ഞത്. ഇത് എങ്ങനെയാടാ ഇതില് നോക്കി എഴുതുക. എന്റെ ലോങ് വീഡിയോ രണ്ടാമത്തെ ഗെറ്റ് റെഡി വിത്ത് മീയുടെ ലോങ് വീഡിയോ ആയിക്കോട്ടെ ഇത്. മുന്നൂറ് എറണാകുളത്തിൽ പോണത് ഫസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. എറണാകുളം വരെ പോണം, എറണാകുളത്തിൽ പോണം, എറണാകുളം വരെ പോണം. ഒരൊറ്റ വര, ഒരൊറ്റ വരയിൽ സെറ്റ് ആവും. പിന്നെ നമ്മളതിൽ 10 വര വരച്ച് അലമ്പാക്കും. അതാണ് അതിന്റെ ഒരു പ്രകൃതി നിയമം. പ്രകൃതി നിയമം തെറ്റായ ഒരു വേർഡാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ വെറുതെ സംസാരിക്കുന്നതായാലും നമ്മൾ ചിലർ ആർഗ്യുമെന്റ് സംസാരിക്കുമ്പോഴായാലും നമ്മുടെ വായിൽ നിന്ന് പല പല വേർഡുകൾ വരും. ചിലപ്പോൾ ആ സാഹചര്യത്തിനൊത്ത വേർഡുകളല്ലായിരിക്കും അത്, അല്ലെങ്കിൽ ആ വേർഡിന്റെ കറക്റ്റ് മീനിങ് അറിയാതെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കണ സാഹചര്യത്തിന് പറ്റിയ വേർഡല്ലായിരിക്കും. അതുപോലെ ചില വേർഡുകൾ പലരുടെയും വായിൽ നിന്ന് വീഴാറുണ്ട്. അതേപോലെ ഇപ്പൊ എന്റെ വായിൽ നിന്ന് വീണു.
അങ്ങനെ വീണൊരു വീടിനെ കുറിച്ച് ഞാൻ ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ ചെയ്തായിരുന്നു. പിന്നെ അത് ഞാൻ കളഞ്ഞു ഗൈസ്. വെറുതെ എന്തിനാ വെയിലിലിരിക്കണ പാമ്പിനടുത്ത് വേണ്ടാത്തടത്ത് വെക്കണത്. ഓക്കെ 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 ഓക്കെ. ആഹാ, നല്ല വൃത്തികേടായിട്ടുണ്ട്. എടുത്ത സാധനങ്ങൾ എടുത്ത സ്ഥലത്ത് തിരിച്ചു വെച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ഞാൻ തിരിച്ചു വെച്ചു. സത്യം പറഞ്ഞാൽ ഒട്ടും താല്പര്യമില്ലാതെ ഏറ്റവും മോശമായ ഒരു ഗെറ്റടി ഞാൻ ഇവിടെ എടുത്തു കഴിഞ്ഞു. പിന്നെ ഇനി നമുക്ക് വേറെ ഒന്നുമില്ല. ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി അതൊന്നും ഇപ്പൊ തീരുമാനിക്കില്ല. ഡ്രസ്സിന്റെ കേസ് വരുമ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ ഒരു പ്രാവശ്യം എവിടെയെങ്കിലും പോണെങ്കിൽ ഞാൻ ഒരു 10 ഡ്രസ്സെങ്കിലും മാറിയിട്ടാണ് ഞാൻ ഒരു ഡ്രസ്സ് കൺസ്യൂം ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഡ്രസ്സൊന്ന് മാറാം. പോവാൻ ഇനി സമയമുണ്ട്. മണിക്കൂറുകൾ കിടക്കുന്നു. ഇപ്പൊ ഞാൻ വെറുതെ വീഡിയോ എടുക്കുന്നതാണ്. വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു താല്പര്യം തോന്നി അപ്പൊ തന്നെ എടുത്താൽ ഞാൻ എടുക്കൂല. ഞാൻ മടിച്ചാണ്. അപ്പം ഇത്രേ ഉള്ളൂ. നല്ലതാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോഴേക്കും കുറച്ച് ഇതുണ്ടാവും. ഞാൻ എന്റെ കണ്ണാടിയിൽ നോക്കുമ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ. സൂപ്പറാണ്. എനിക്ക് തോന്നുന്നു ഈ ഫോണിന്റെ വെട്ടവും പിന്നെ ഞാനിങ്ങനെ ക്യാമറ തിന്നാൻ വന്നിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവാത്തത്. പിന്നെ എന്റെ ഇത്രയും പകല് കാണുന്നുള്ളൂ. അല്ലാതെ ഫുൾ കാണുമ്പോ സൂപ്പറാണ്. അപ്പൊ എല്ലാവരോടും ലവ്